കണ്ടോ, നല്ല ചൂട് സമയമാണല്ലോ ഇപ്പൊ. അന്നേരം ഇതുപോലത്തെ ഫ്രൂട്ട് സലാഡൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി കഴിച്ചാ ഉണ്ടല്ലോ, ഒന്നും പറയണ്ട. ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും ഇടുക. 4 സ്പൂണ് കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു തന്ന് കലക്കി. കസ്റ്റേർഡ് കലക്കുമ്പോൾ ഒട്ടും കട്ടയില്ലാതെ കലക്കിയെടുക്കണേ. ഞാൻ 2 സ്പൂൺ ചൂടുപാലും ബാക്കി സാധാരണ ചൂടാക്കാത്ത പാലും കൂടെ ഒഴിച്ചാണ് മിക്സ് ചെയ്തത്. ഇതിലേക്ക് ഞാൻ 1 ഞുള്ള ഏലക്കാപ്പൊടിയൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ കസ്റ്റേർഡ് ഒഴിച്ചു കൊടുത്തോണ്ടേയിരിക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണേ. അതുപോലെ എളുപ്പം കട്ടയാകും, അതിന്റെ അനുസരിച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കുറേശ്ശെ ഒഴിച്ച് എളുപ്പം കുറുകി വരും. ഇത് ഒത്തിരി കുറുകണ്ട, എങ്കിലും ഇതൊന്ന് ശരിക്കും ഒന്ന് കുറുകി വരണം. എന്താന്ന് വെച്ചാല് നമ്മള് ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇടുമ്പോ അല്ലെങ്കിൽ ഒന്നുകൂടെ അങ്ങ് ലൂസായിട്ട് പോകും. ഇത്രയുമായ മതിയെ. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിനി ഇതേ രീതിയിൽ 1 മണിക്കൂർ വെളിയിൽ ഇരുന്ന് ഇതിന്റെ ചൂടൊന്ന് ആറണം. അതിനുശേഷം ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുക്കണം. കസ്റ്റേർഡ് ഉണ്ടാക്കി വെച്ചത് നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്റെ കൈവശം മാങ്ങയും മുന്തിരിമയും ഉള്ളായിരുന്നു, ഇടാൻ കൊള്ളാവുന്ന ഫ്രൂട്ട്സ് ആയിട്ടുള്ളത്. ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, തണ്ണിമത്തനും പപ്പായ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫ്രൂട്ട് സലാഡിന് അത് അത്ര ടേസ്റ്റ് അല്ലല്ലോ, അതുകൊണ്ട് അത് ഞാനിട്ടില്ല. അപ്പോൾ ഓർത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ടല്ലോ, ഡ്രൈ ഫ്രൂട്ട്സും കൊണ്ട് ഇന്നത്തെ ഫ്രൂട്ട് സലാഡ് അങ്ങനെ ഞാൻ കഴിച്ചേക്കാന്ന് വിചാരിച്ചു. അന്നേരമാണ് വിചാരിച്ചത് ചക്കപ്പഴം ഇരിപ്പുണ്ട്, അല്പം കസ്റ്റേർഡ് എടുത്തൊന്ന് നോക്കാം ചക്കപ്പഴത്തിലിട്ട് എങ്ങനെ ഇരിക്കുമെന്ന്. അതിന് 1 ചക്കപ്പഴം അല്പം കസ്റ്റേർഡിലിട്ട് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പൊ വിചാരിച്ചു ഇതിന്റെ കൂട്ടത്തിൽ ഇടുമ്പോൾ ഒന്നുകൂടെയും ടേസ്റ്റ് ആകുമല്ലോ. അതിനൊന്നും നോക്കിയില്ല, ഒരു 5-6 ചക്കച്ചുളയും കൂടെ അരിഞ്ഞ് ഇതിനകത്തിട്ട് അപ്പൊ ഇതൂടെ ഇതിന്റെ കൂട്ട. നല്ലപോലെ കുറുകിയാണ് കസ്റ്റേർഡ് കിട്ടിയിരിക്കുന്നത്. ഇത് കുറച്ചു നേരം ഈ ഫ്രൂട്ട്സ് ഇട്ട് വെച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ലൂസായിട്ട് വരുവേ. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ മുകളിലിടുവാണേ. നിങ്ങളിങ്ങനെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ കുറച്ച് കാഷ്യൂനട്ടും കിസ്മസും കൂടെ ഇടണേ. നല്ല രസമാണ്. നല്ല ഇടയ്ക്കാതൊന്ന് കടിക്കൂടെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഇതിനകത്ത് ചക്ക